ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വേണ്ടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നത്. വേറെ ഒന്നുമല്ല, നമ്മളിന്നൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ പോവാണ്. ഞാനിപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ അമ്മ ഒന്ന് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ പോവാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് കേട്ടോ ഐറ്റംസ് എടുത്ത് വെച്ചത്. ഉറുമാമ്പഴമുണ്ട്, പിന്നെ മുന്തിരി ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പഴമുണ്ട്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് പാല് വേണം ആൻഡ് ഒരു കസ്റ്റാർഡ് പൗഡർ. അത് ഞങ്ങൾ വാനില ഫ്ലേവറാണ് കേട്ടോ, ഞാൻ വാനില ഫ്ലേവറാണ് എടുക്കുന്നത് ബേക്കേഴ്സിൻ്റെ. സോ നമ്മൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കണം. നമുക്കിതിലേക്ക് 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, അതിനുശേഷം ഇത് നല്ലോണം മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു യെല്ലോയിഷ് കളറായിട്ട് വരും. അതിനുശേഷം ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് പാൽ ഒഴിക്കുക കേട്ടോ. മറ്റേ പാല് എന്നിട്ട് ഇതിലോട്ട് നേരത്തെ മിക്സാക്കി വെച്ചത് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ കസ്റ്റാർഡ് പൗഡറിൻ്റെ ഈ ഒരു ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ടയാവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് എങ്ങനെയും മിക്സാക്കിക്കൊണ്ടേ ഇരിക്കണം. മിക്സാക്കി ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ അതൊരു പാത്രത്തിലോട്ട് മാറ്റുക. ഇനി നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാം. ഇത് ഫസ്റ്റ് ബനാന കട്ട് ചെയ്തു. ആൻഡ് ഈ സംഭവം കുറച്ച് നേരം തണുക്കാൻ വെക്കുന്ന ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിക്കാം. അത് ഇളക്കുന്ന സമയത്ത് തന്നെ വാനില എസൻസ് വേണമെങ്കിൽ ഒഴിക്കാം, പക്ഷെ ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചു. അതിലേക്ക് ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഈ കണ്ടൻസ് മിൽക്ക് വീട്ടിലുള്ളവർക്ക് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കണ്ടൻസ് മിൽക്കൊക്കെ എടുത്താൽ. പിന്നെ കുറച്ച് ആപ്പിള്, പിന്നെ മാംഗോ, പിന്നെന്താ മുന്തിരി മുറിക്കുന്നില്ല, നോർമൽ അതിൻ്റെ സൈസിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കുള്ള ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നത്. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ നമ്മൾ ആക്കി വെച്ച ഈ ബാറ്റർ പോലത്തെ ഇതിലേക്ക് നമുക്കിതൊക്കെ കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെച്ചിട്ടിട്ട് മിക്സ് ആക്കുക. എല്ലാം കൂടി ഇട്ടാൽ പെട്ടെന്ന് മിക്സ് ആക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് വെച്ചിട്ട് മിക്സാക്കി ഫുൾ റെഡിയാക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് കാഷ്യൂ നട്ട്സ് ഇതുപോലെ മുറിച്ച് വെക്കുന്നുണ്ട്. ഇത് അതിൻ്റെ അകത്തോട്ട് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി, പിന്നെ ഐസ്ക്രീം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് എൻ്റെ ഗ്ലാസ്സിലൂടെ ഞങ്ങൾ കസ്കസാണ് ഇടുന്നത്. ഇത് വേണമെങ്കിൽ ഇട്ടാൽ പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കസ്കസൊക്കെ. അപ്പോൾ കുറച്ച് കസ്കസ്, പിന്നെ ഈ ഫ്രൂട്ട്സും ഇതെല്ലാം കൂടി കസ്റ്റാർഡ് പൗഡറൊക്കെ മിക്സാക്കി വെച്ച് പാലൊക്കെ ഒഴിച്ച് അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതൊരു ഹാഫ് പോർഷനോളം ഇടുക കേട്ടോ, കുറച്ച് തോന അത് നിൽക്കട്ടെ. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് മുന്തിരി, പിന്നെ ബാക്കി ഐസ്ക്രീം ഉള്ളത്. ബാക്കി ഐസ്ക്രീം അല്ല, ഫസ്റ്റ് ലെയർ ഇതിലാണ് ഇടുന്നത്. പിന്നെ നമ്മൾ മറ്റേ ഫ്രൂട്ട്സും സംഭവങ്ങളും മിക്സ് ആക്കിയത് പിന്നെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ഐസ്ക്രീം ഇടാം കേട്ടോ. അതിൻ്റെ അച്ഛൻ മുകളിൽ ബാക്കി ഫുൾ ഐസ്ക്രീമും കൂടി അങ്ങോട്ട് ഫില്ലാക്കുക. ഇത് വാനില ഐസ്ക്രീമാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് കാഷ്യൂ നട്ട്സ്, അതിൻ്റെ ഇടയ്ക്കൊക്കെ കാഷ്യൂ നട്ട്സൊക്കെ ഇടാം കേട്ടോ. ഇട്ടെന്ന് തോന്നുന്നു. അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മുന്തിരി, ഉറുമാമ്പഴമൊക്കെ മാറ്റി വെച്ചാൽ മുകളിൽ കാണാൻ നല്ല രസമുണ്ടാവും. പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ടു. പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്ക് മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്തു. ആൻഡ് ഫ്രൂട്ട് സാലഡ് അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.